രാവിലെ 5 മണിക്ക് എണീറ്റ് ടെന്റ് പാക്ക് ചെയ്യുന്ന സീനാണ് കേട്ടോ ഇത്. ഒട്ടും ഈസി അല്ല. ഈ കട്ട തണുപ്പത്ത് രാവിലെ എണീറ്റ് ടെന്റ് പാക്ക് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചിത്കുല് ഗ്രാമം വിടുവാണ്. അങ്ങനെ ഞങ്ങൾ ടെന്റൊക്കെ പാക്ക് ചെയ്തിട്ട് മുകളിൽ വന്നു. ചിത്കുല് ബോർഡിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതി. ചെയ്ത് ശരിയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അതിനകത്ത് നിറച്ച പേരുകളും സ്റ്റിക്കേഴ്സും ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ റെക്കോംബി എത്തണം. രാവിലെ 6 മണിക്ക് ഇവിടുന്ന് ഒരു ബസ് ഉണ്ട്. അതിന് പോകാനായിട്ടാണ് ഈ ഒരു തണുപ്പത്ത് തന്നെ രാവിലെ എണീറ്റ് വന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് കിടക്കുന്നിടത്തോട്ട് ചെന്നപ്പോഴത്തേക്കും അവർ പറയുവാണ്, ബൈ സാബ് ഇന്ന് ഈ ബസ് പോകത്തില്ല എന്ന്. ഈ വണ്ടി അല്ലാണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് വെളിയിൽ കിടക്കാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് വേറൊരു ബസ് കൂടി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്ലാൻ ഒക്കെ തെറ്റുമായിരുന്നു അവിടെ. ഞങ്ങളെ പോലെ തന്നെ ഒത്തിരി പേര് ഇതറിയാണ്ട് വന്ന് സ്റ്റക്കായി പോയി കേട്ടോ. മൗണ്ടൻസ് ആർ അൺപ്രഡിക്റ്റബിൾ. എന്തായാലും ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പി ഒ എത്തണം. കാരണം കാസ ബസ് പി ഒ ഇന്ന് 2 മണിയാകുമ്പോഴത്തേനും പോകും. ഇവിടെ നിന്ന് സമയം വേസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പ്ലാനിൽ ഞങ്ങൾ ചെറുതായിട്ടൊരു മാറ്റം കൊണ്ടുവന്നു. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നു പോയിട്ട് നല്ലൊരു സ്ഥലം നോക്കി നിൽക്കാം. അവിടെ നമുക്ക് ലിഫ്റ്റ് കിട്ടുമെന്ന് ട്രൈ ചെയ്യാം. പറ്റുന്നത്ര ദൂരം കവർ ചെയ്യാമല്ലോ. അങ്ങനെ നല്ലൊരു സ്ഥലത്ത് നിന്നിട്ട് ഞങ്ങൾ ലിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വണ്ടി കിട്ടി കേട്ടോ. ഒരു ബൊലോറോയുടെ ക്യാമ്പർ പിക്കപ്പ്. ഇവര് താഴെ സാംഗ്ല വരെ ഉണ്ട്, കയറിക്കോളാൻ പറഞ്ഞു. പോകുന്ന വഴി ഇച്ചിരി മോശമാണ്. ബാക്കിൽ നിന്നുകൊണ്ട് ഈ തണുപ്പടിച്ചുള്ള യാത്ര വീഡിയോ കാണുന്ന പോലെ അത്ര സുഖമല്ല. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിൽ മിസ്സായിട്ടുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഈ തിരിച്ചു പോകുമ്പോൾ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആ വണ്ടി സാംഗ്ല വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഞങ്ങൾക്ക് വേറൊരു വണ്ടി കിട്ടി. അതൊരു പഞ്ചാബി ചേട്ടന്റെ പിക്കപ്പ് ആയിരുന്നു കേട്ടോ. അവര് കർച്ചം എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ പ്രതീക്ഷയിലും പെട്ടെന്ന് തന്നെ വണ്ടികൾ കിട്ടി. കുറച്ച് ദൂരം കവർ ചെയ്യാനും പറ്റി. ചിത്കുൽ ഗ്രാമം വിടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർച്ചം ചുരം കയറി എന്തെങ്കിലും നിങ്ങൾ ആ മലയുടെ അടിയിലുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക് പോകണം. ആ ഗ്രാമം നിങ്ങൾക്ക് വേണ്ടി അവിടെ എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്.